ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ ലൈഫിൽ. ഇന്ന് എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണ്. മാത്രമല്ല ഞങ്ങളുടെ ക്വാറൻറ്റൈൻ ഡേയിലെ ബർത്ത്ഡേയും കൂടി കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്വാറൻറ്റൈൻ എന്താണെന്ന് ഞാൻ അറിയുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് മാത്രം ഒന്നും പറ്റില്ല, ബാക്കി എല്ലാവർക്കും പറ്റിയാലും നമുക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ക്വാറൻറ്റൈൻ ആവുന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. മാത്രമല്ല നമ്മളെക്കുറിച്ച് ഓർത്തിട്ടല്ല, കുട്ടിയുടെ കൂടെ ഉള്ളപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ 14 days ക്വാറൻറ്റൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് മോൻ്റെ ബർത്ത്ഡേ വന്നത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം. നല്ല ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കായിരുന്നു പോസിറ്റീവായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ക്വാറൻറ്റൈനിൽ പോയി. അപ്പോൾ നമ്മളും ക്വാറൻറ്റൈനിലായി. ഹസ്ബൻഡ് മുകളിലത്തെ നിലയിൽ, നമ്മൾ താഴത്തെ നിലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാനും മക്കളും കൂടി താഴത്തെ നിലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡാണ് ഇപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ താമസിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമമല്ല ഇങ്ങനെ കാണാണ്ടിരിക്കുന്നത്. മക്കൾക്ക് എല്ലാ ദിവസവും അവർ ഓടി വന്ന് വരുമ്പോഴേ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ആകെ ഉള്ള ഒരേ ഒരാളാണല്ലോ പുറത്ത് പോയിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെ കുട്ടികളിത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യം. കാരണം എൻ്റെ മൂത്ത മോന് കുറച്ച് ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആളാണ്. ആൾ സ്പെഷ്യൽ ചൈൽഡാണ്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കൊറോണ ഒക്കെ വന്ന ആ ഒരു ടൈം തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ആരെയും കെട്ടിപ്പിടിക്കരുത്, അച്ഛൻ വരുമ്പോൾ തൊടരുത്. അപ്പോൾ ആൾ വന്നിട്ട് ഫ്രഷായിട്ട് എല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കി വന്നതിന് ശേഷം മാത്രമേ കുട്ടികൾ തൊടാറുള്ളൂ. അങ്ങനെ കുറേ നാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ അച്ഛൻ വരികയും ചെയ്യും, എന്നാൽ അച്ഛനെ കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല എന്നൊക്കെ അറിഞ്ഞപ്പം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്താണെന്ന് എനിക്കറിയില്ല, കുട്ടികൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവർ പെട്ടെന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആ കാര്യത്തിലൊരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ ഓടിപ്പോയി തൊടുകയൊക്കെ ചെയ്ത് നമുക്ക് തന്നെ പേടിയാണ്. അപ്പോൾ എന്തായാലും ആ ക്വാറൻറ്റൈൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇളയ മോൻ്റെ ബർത്ത്ഡേ വന്നത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം. അച്ഛൻ ഇല്ല, മുകളിലാണ്, താഴോട്ട് വരാനും പറ്റില്ല. അപ്പം നമുക്ക് സാധനം വാങ്ങിക്കാനൊക്കെ പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. വെളിയിലത്തെ ഗേറ്റിൽ അവിടെ ഒരു നോട്ടീസ് അവർ ആശാ വർക്കർ വന്നിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഒരു 2 ആഴ്ചത്തേക്കുള്ള വാങ്ങിച്ച് വെച്ചിരുന്നു ഞങ്ങൾ നേരത്തെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുകയാണ് ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു കുഞ്ഞു ബർത്ത്ഡേ ആഘോഷം. എൻ്റെ ആ കുഞ്ഞൊരു ബർത്ത്ഡേ ഉള്ളതൊക്കെ വെച്ചിട്ട് കൂട്ടി ഒരു ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ നമുക്ക് ആ വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഖൈമ റൈസാണ് കേട്ടോ. നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്ന റൈസാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. അധികം മസാല ഒന്നും ഇല്ലാത്ത ഫ്രൈഡ് റൈസാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ക്യാരറ്റും കുറച്ച് മുട്ടയും ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടോട് ഇട്ടിട്ട് വേണം ഇന്ന് റൈസ് തയ്യാറാക്കാൻ. അപ്പോൾ അത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് തലേ ദിവസം മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് പ്രത്യേകിച്ച് എൻ്റെ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണമല്ലേ ഫ്രൈയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയത്ത് ഞാൻ ക്യാരറ്റും എല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ അങ്ങ് നടന്ന് പൊക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഒരൊറ്റ തിള മതി കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഒരൊറ്റ തിളച്ചാൽ മതി. പിന്നെ അതിൻ്റെ വേവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് വെന്തോളും. അത് ഉടനെ തന്നെ വാർക്കാൻ വയ്ക്കുക. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വാർക്കാൻ വയ്ക്കുന്നത്, 2 ക്ലിപ്പ് ഇട്ടിട്ട്. കാരണം ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ചിരുന്നല്ലേ, ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞരിയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് അടച്ച് ആദ്യം പിടിച്ചു കൊടുക്കണം. കാരണം അതിൻ്റെ ആ ഗ്യാപ്പിലൂടെ അരി പോവരുത്. അപ്പോൾ അതങ്ങനെ തന്നെ വളർന്ന് പൊയ്ക്കോളും. ബാക്കി അവിടെ ഇരുന്ന് വെന്തോളും. കണ്ടില്ലേ, നല്ല അസലായിട്ട് അതിൽ തന്നെ ബാക്കി ഇരുന്ന് വെന്തോളും. തമ്മിൽ ഒട്ടിട്ടോ ഒന്നുമില്ല. ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല അതിനകത്തിൽ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോറാണ്. അതാ നമ്മുടെ റോസിക്ക് കൊടുക്കാൻ ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്ത് ഒരു ശകലം ആ വെള്ളച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. റോസി ചോറൊന്നും കഴിക്കില്ല കേട്ടോ, നേരെ ചിക്കൻ പീസ് മാത്രമേ കഴിക്കുള്ളൂ അവൾ. ഞാൻ സാധാരണ റോസിക്ക് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾ കണ്ടില്ല, അവൾ ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ, ആ ചോറൊന്നും കഴിക്കില്ല.
ചിക്കൻ്റെ മണം അടിച്ചാൽ പിന്നെ അവൾ ചോറൊന്നുമില്ല. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ, കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിനകത്തിലേക്ക് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കുറച്ച് സ്പൈസസാണ്. നമ്മുടെ കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്കാൻ്റെ പൊടി, അങ്ങനെ എന്താ പറയുക, പെരുംജീരകം, ജീരകം, ആ ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഇളയ ആളിന്, എൻ്റെ ഇളയ മോന് അധികം ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാനിത് വറുത്തിട്ട്, ആ എണ്ണയിൽ വറുത്തിട്ട് അതിങ്ങനെ കോഴി മാറ്റും. അപ്പോൾ അത് കാരണം അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇളയ ആൾ ചോറ് ഉണ്ണില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ കോരി മാറ്റുക പതിവ്. കാരണം അതാണ് നല്ലത്. നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അതുകൊണ്ട് ഞാനതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം ബാക്കി കുറച്ചൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ബാക്കി ഞാനിപ്പോൾ ഇനി അതിനകത്തിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ആ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം എൻ്റെ മോന് ഉള്ളിയൊന്നും ഇഷ്ടമല്ല, ഇളയ ആളിന്. മൂത്താളിന് കുഴപ്പമില്ല. അപ്പോൾ അത് ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അതേ ഫ്രൈ പാനിൽ, അതേ ആ പാനിനകത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത് മുട്ടയാണ്. 4 മുട്ട എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് 4 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്നൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നല്ലൊരു കളറ് വരുമല്ലോ. ശകലം മഞ്ഞൾപ്പൊടി എടുത്താൽ കുറച്ച് നല്ല കളറായിരിക്കും. അപ്പോൾ ഫ്രൈഡ് റൈസിന് അതിലൊക്കെ ഇങ്ങനെ കിടക്കണ കാണുമ്പം നല്ല കളറായിരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കണ പോലെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ അകത്തേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ തീരെ അങ്ങ് പൊടിയായി പോവും. ചോറ് കഴിക്കുമ്പോൾ അത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൾഡ് ചെയ്ത് അങ്ങോട്ടും അകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുകയും ചെയ്യും. ആ ഒരു എന്താ പറയുക, ആ ഒരു കട്ടി പോകത്തുമില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് ചിക്കി കൊടുത്താൽ മതി കേട്ടോ. ചിക്കുക എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഒരുപാടിട്ട് ഇടയ്ക്കോട്ട് നടുക്കൂടിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അത് കുഞ്ഞായി പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു മുട്ടേൻ്റെ ഒരു ഇത് പോവാതെ കണ്ടില്ലേ, കട്ടിയായിട്ട് തന്നെ കിട്ടും. നല്ല കളറും ആയിരിക്കും. അപ്പോൾ ഇതിനകത്തിലൊരു ശകലം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ടൊന്ന് ചുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മുട്ടയിലേക്ക് ഞാനിപ്പം ചോറിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ റൈസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ട് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കുറച്ചങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചിടുക. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതിൻ്റെ പുറത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം ഇതിനകത്തിൽ വേറെ ഒരു ഐറ്റവും നമ്മൾ ചേർക്കണില്ല. അത് അവസാനത്തെ പ്രോസസ്സ് ഒരു നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റുമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു സാധനം ഇതിനകത്ത് ഇല്ല. നമ്മൾ ആ സ്പൈസസും ഇതൊന്നും അതിനകത്ത് ചോറിനകത്ത് ചേർക്കാത്തതുകൊണ്ട് തന്നെ ചോറിൻ്റെ വെള്ള കളറ് അതേപോലെ തന്നെ ഇരിക്കും. നല്ല കളർഫുള്ളായിരിക്കും സാധനം. ആ മുട്ടയും ക്യാരറ്റിൻ്റെയും ഒക്കെ കളറാകുമ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് ഒരു സാധനം ഇട്ടിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് വിളമ്പി എടുത്തിട്ടുണ്ട്. സലാഡിന് ഒരു തക്കാളി, ഒരു ഓനിയൻ, ഒരു നാരങ്ങ, പപ്പടം കാച്ചി വെച്ചിരുന്നു. പപ്പടം, ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എൻ്റെ മോന് കൊടുക്കാൻ പോവാണ്. കൊള്ളാവോ വസു? ആ കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു. റോസി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നടക്കുക വെറുതെ അല്ലേ റോസി? എന്താണ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നോക്കണേ?
പപ്പടം കൊതിച്ച് റോസിക്കുട്ടി. അവളും അവിടെ ഇരുന്ന് കിടന്ന് വിശ്രമിച്ചൊക്കെ കഴിക്കാണ്. ഇത് ഹസ്ബൻഡിനുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കണം. അതിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ട് വെക്കുകയാണ് പതിവ്. വേറൊരു പ്ലേറ്റ് ഉണ്ട്, അവിടെ തന്നെ പ്ലേറ്റും അത്യാവശ്യം സാധനങ്ങളൊക്കെ ആ മുറിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ പ്ലേറ്റിങ് തിരിച്ച് കൊണ്ടുപോരും. അതിൽ തൊടുകയൊന്നും ചെയ്യില്ല. അങ്ങനെ അതിനകത്തിലോട്ട് മാറ്റി കൊടുക്കും. പിന്നെ വെള്ളം കുടിക്കാനൊക്കെയുള്ള ഇത് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഇൻഡക്ഷൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിൽ നിന്ന് വെള്ളം ചൂടാക്കി കുടിക്കാനൊക്കെ പറ്റും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേക്കാണ് കേട്ടോ. ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കൊക്കോ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ, എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് ഷുഗറാണ്. ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ കുറച്ചും കൂടി ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മുടെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ മിക്സിലേക്ക് ചേർക്കാൻ പോണത് ഓയിലാണ്. 1/4 കപ്പ് ഓയിലാട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 1/2 കപ്പ് തൈരാണ്. തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, 2 മുട്ട എടുത്താലും മതി കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ ഓൾറെഡി നമ്മുടെ റൈസിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വേണ്ടെന്ന് വെച്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബീറ്റർ വെച്ച് നന്നായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോളാം. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഓയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിക്നെസ്സിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ബീറ്ററിൽ നിന്ന് ഇങ്ങനെ കറക്കി ഒഴിക്കുമ്പം പൊക്കോണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവരുത്. അപ്പോൾ ഇങ്ങനെ അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഞാനൊരു തട്ട് എടുത്തിട്ടുണ്ട്. ആ തട്ടത്തിൽ കുറച്ച് ഓയിൽ പുരട്ടി അതിലേക്ക് ഞാൻ ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓയിൽ പുരട്ടുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദ പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ ഇട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പം നേരത്തെ ഞാൻ ഫ്രൈ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഒരു 35 മിനിറ്റ്സ് ആയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 35 to 40 മിനിറ്റ്സ് എടുക്കുക. അപ്പോൾ അത് 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അടിഭാഗം അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് സാധനം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ 4 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. അതങ്ങോട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനകത്തിൽ നമ്മളിപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഐസിങ് ഷുഗറാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഐസിങ് ഷുഗറൊന്നും അല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഗറാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റായി വരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ചെയ്യുകയാണ് കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഒരു പ്ലേറ്റ് എടുത്തു, അതിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ പകുതി അങ്ങോട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ പുറത്ത് വീണ്ടും ക്രീം തേക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബാക്കിയിരിക്കുന്ന കേക്ക് വയ്ക്കുക. നേരെ അടുത്ത പ്രോസസ്സ് ഷുഗർ സിറപ്പ്, വീണ്ടും ക്രീം, അങ്ങനെ ഫുൾ ക്രീം പുരട്ടി എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ക്രീം അത്യാവശ്യം തിക്കാണ്, വലിയ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒഴുകിപ്പോണ ടൈപ്പൊന്നും അല്ല. അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ട് എന്തായാലും എനിക്ക് മോൻ്റെ പേരൊന്നും എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു ഐറ്റം എൻ്റെ കയ്യിലില്ല.
അപ്പോൾ ശകലം ചോക്ലേറ്റ് സിറപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സിറപ്പ് കുറച്ച് ക്രീമിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കളർ വരുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ. അങ്ങനെ പേര് എഴുതി. അപ്പോൾ അതല്ലെങ്കിൽ ആളിനൊരു വിഷമാവണല്ലേ, അപ്പോൾ അങ്ങനെ പേരൊക്കെ എഴുതി അത്യാവശ്യം കുറച്ചൊരു ഡിസൈനൊക്കെ കൊടുത്തു. ഉള്ള കൊലപാതകങ്ങളൊക്കെ അതിനകത്ത് ആ കേക്കിനകത്ത് ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ ടൈം എടുത്താണെങ്കിൽ വേറെ വല്ലതൊക്കെ ഞാനത് ചെയ്ത് കുളമാക്കി കളഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം ഒരു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമായി. കാരണം കുളമായില്ലല്ലോ, ക്രീമൊക്കെ ശരിയാവണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനങ്ങനെ ഹോം മെയ്ഡ് ക്രീമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. നമ്മുടെ റോസിക്ക് കൊടുക്കാതെ എന്താ ആഘോഷമല്ലേ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം. നമ്മൾ എന്ത് കഴിച്ചാലും അവൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവൾ പിണങ്ങി മാറിയിരിക്കും. പക്ഷെ അവൾക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് എല്ലാവരും പറയണേ.